ഈ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകൾ അവിടെ നടക്കുന്ന ചർച്ചകൾ അതിൻ്റെ ഒരു ആകത്തുക എന്താണ്? ഈ തരൂരിന്റെ വിഷയത്തെ എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നത്? ഇപ്പോൾ ഡൽഹിയിലേക്ക് ഈ കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും എത്തിയപ്പോൾ ഏകദേശ ധാരണ കേരളത്തിൽ തന്നെ ആയിരുന്നത് ഒരു പരമാവധി 5 DCC അധ്യക്ഷന്മാരെ നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. അതിൽ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ അവരവരുടെ മണ്ഡലങ്ങളിലെ അവരവരുടെ ജില്ലകളിലെ DCC പ്രസിഡന്റുമാർക്ക് ക്ലാസ് സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു ചെയ്തത്. ഹൈബിഡനും ഇതേ ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഓരോ MP വരുമ്പോഴും അവരുടെ ജില്ലയിലെ DCC അധ്യക്ഷന്മാരെ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ചർച്ച തുടങ്ങിയത് ആന്റണിയായിരുന്നു. അദ്ദേഹം സതീഷ് കൊച്ചുപറമ്പിലിനെ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ വരുന്ന പല പ്രസിഡന്റുമാരും പല MP-മാരും DCC അധ്യക്ഷന്മാരെ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. ഇതിൽ തനിക്ക് ഔഷധ ഗുണമില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു അതൃപ്തി MK രാഘവൻ പ്രകടിപ്പിച്ചെങ്കിൽ പോലും മറ്റു MP-മാർ ഇത്തരത്തിൽ അവരവരുടെ സ്ഥലത്തെ DCC അധ്യക്ഷന്മാരെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാ MP-മാർക്കും 1-to-1 എന്ന രീതിയിലാണ് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും പ്രത്യേകമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. എല്ലാ MP-മാരും ഇവിടെ വന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ പോലും ശശി തരൂർ എത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് മീഡിയ 1 വാർത്ത രാവിലെ പുറത്തുവിട്ടത്. ശശി തരൂരിനെ രാത്രി ദീപാദാസ് മുൻഷിയും സണ്ണി ജോസഫും കൂടി കണ്ടു എന്നുള്ളൊരു വാർത്ത. അതിന് പിന്നാലെ സണ്ണി ജോസഫ് തന്നെ അതിനൊരു സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം കണ്ടു, മാത്രമല്ല എല്ലാവിധത്തിലുള്ളൊരു പിന്തുണയും നൽകിയിട്ടുണ്ട്. പോസിറ്റീവായ ചർച്ചയാണ് നടന്നത് എന്നാണ് കാര്യം. ഈ മോദി സ്തുതി ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി സ്തുതി ഉൾപ്പെടെ നടത്തിയ ശശി തരൂരുമായി ഒരു തരത്തിലുള്ള ഒരു സംഘടനാ ബന്ധങ്ങളും ഇതുവരെ നടത്തിയിരുന്നില്ല. മാത്രമല്ല കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പോലും ശശി തരൂരിനെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ശശി തരൂരിനെ കൂടി ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, N. ശ്രീകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകനോടൊപ്പം ടെലിഫോണിലാണ്. N. ശ്രീകുമാർ, കോൺഗ്രസ് ഇപ്പോൾ പരമാവധി ആളുകളെ കമ്മിറ്റിയിലെടുക്കാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആളുകളെ കമ്മിറ്റിയിലെടുത്ത് അവരെ തൃപ്തരാക്കുകയും സന്തോഷിപ്പിച്ചും സംഘടനാ സംവിധാനം ബലപ്പെടുത്തുകയും ആക്റ്റീവാക്കുകയും ചെയ്യാം എന്ന കണക്കുകൂട്ടലാണോ ഇപ്പോൾ പുതിയ നേതൃത്വത്തിനുള്ളത്?